നിങ്ങൾ ഭർത്താവിന്റെ തല ഫ്രീസറിൽ വച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കാണുക. പുള്ളിയുടെ തലച്ചോറ് മൊത്തം ചതഞ്ഞു പോയി. തലയോട്ടി എടുത്തു മാറ്റി അവിടെ ഫ്രീസറിൽ വെച്ചിരിക്കുവായിരുന്നു. തളർച്ചയ്ക്ക് ഞങ്ങൾ വലതുവശത്ത് ഈ പുസ്തകം എടുത്ത് വെച്ചോണ്ട് കിടക്കുമ്പോൾ ഞാൻ യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം ഇവര് പറഞ്ഞത് ഇവരുടെ ഭർത്താവിന്റെ തല ആക്സിഡന്റിൽ പെട്ട് ഉടഞ്ഞുപോയി. ഈ തല വാരിക്കൂട്ടി കൊണ്ടുവന്ന് ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇവർ ചെന്നപ്പോഴ് അവരുടെ കയ്യിരുന്ന ഒരു സാധനം വെച്ച് ഇയാളുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ തല നേരെയായി. അവരഴിച്ച് വീട്ടിൽ പോയി. അത് പറഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് വരുത്തേണ്ടല്ലോ, അവന്ന് തലയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തൊരു സംഭവമാണ് നടന്നത് എന്ന്. എന്റെ പൊന്നോ, നമ്മുടെ ഗവൺമെന്റുകളൊക്കെ കോടിക്കണക്കിന് രൂപകൾ മുടക്കിയിട്ടാണ് ഓരോ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ ഇതുപോലെ ഒടിഞ്ഞും ചതഞ്ഞും തല പരിക്ക് പറ്റിയൊക്കെ വരുന്നവരൊക്കെ ചികിത്സിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണ് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? റോഡ് സൈഡിൽ ഏതെങ്കിലും ഓരോ ഫ്രീസറുകൾ വെച്ചിരുന്നാൽ പോരെ? ആക്സിഡന്റിലൊക്കെ തല പൊളിയുന്നവരെ തലയെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചിരുന്നാൽ മതി. ഇവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് പ്രാർത്ഥിക്കുക, അപ്പം തന്നെ ശരിയാക്കി അഴിച്ചു പോവുകയും ചെയ്യാം. 5-6 മാസം ആശുപത്രി കിടക്കേണ്ട ആവശ്യമില്ല. ഇത് കേട്ടും ഹല്ലേലൂയ വിളിക്കുകയാണ്. ആ ദൈവം തന്നെ ഇരുന്ന് ചിരിക്കായിരിക്കും ഇതൊക്കെ കണ്ടിട്ട്. ദൈവവിശ്വാസികളൊക്കെ ആയാൽ കള്ളം പറയില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇത്തരം കള്ളങ്ങൾ പറയുന്ന ഈ സ്ത്രീകളെ, ഈ വിശ്വാസങ്ങളെയൊക്കെ നമ്മൾ എന്താണ് പറയാനുള്ളത്? ഒരു മനുഷ്യൻ വിശ്വസിക്കുന്ന രീതിയിലെങ്കിലും ഒരു കള്ളം പറ. ജർമ്മനിയിൽ പോലും ഒരു തല മാറ്റിവെക്കുന്നതിന് ശസ്ത്രക്രിയയെ കുറിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു തല പോയ ഒരാളെ പിന്നെ ജീവിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല.